ഈ ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളിലൂടെ ഒരു ഇൻഫിനിറ്റ് പവർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എനർജി, ഒരു അദൃശ്യമായ ശക്തി ഒക്കെ ഒരാളെ ചിലതിലൂടെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ് സ്പിരിച്വാലിറ്റി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിലുണ്ടായിട്ടും വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ ഇത്തരം ആത്മീയതയുടെ പാതയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. വരാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ മനുഷ്യരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും ജീവിക്കുന്നുണ്ടാവാം. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കുന്ന ആ ഒരു സ്ട്രഗിളാണ്. ദൈവം പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിനെ എന്ന പോലെയാണ് ഞാൻ നിന്നെ അയക്കുന്നതെന്ന്. നിങ്ങളത് വിശ്വസിക്കാമെന്ന് അറിയില്ല. വളരെ ചെറുപ്പം മുതൽ ഞാൻ എപ്പോൾ വചനം എടുത്താലും എനിക്ക് കിട്ടും, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിനെ എന്ന പോലെ ഞാൻ നിന്നെ അയക്കുന്നതെന്ന്. അപ്പം അന്ന് എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ജീവിതത്തിലെ ചെറുപ്പം മുതലേ ഉള്ള അനുഭവങ്ങളും വേദനകളും അനുഭവിച്ച സങ്കടങ്ങളുമൊക്കെ ആ ഒരു വചനത്തിന് ചേർന്നതായിരുന്നു. ഒരുപാട് മനുഷ്യരാൽ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നേക്കാൾ ഉപരി ഞാൻ എല്ലാ കാലത്തും മറ്റുള്ളവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഐ വിൽ ചൂസ് എവരി വൺ എബവ് മീ. എന്നേക്കാളും കൂടുതൽ ഞാൻ അവർക്ക് പ്രാധാന്യം കൊടുക്കും. കുറേ കാലം വരെ അപ്പനും അമ്മേനെയും പ്ലീസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. ഒരു കാലഘട്ടം വന്നപ്പോൾ എനിക്കൊരു 18 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തൊക്കെ ചെയ്താലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആവാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ നമുക്ക് ടീനേജിൽ നമ്മളൊരു ക്രൈസിസിലൂടെ വരും. നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്ഡ് ആവാൻ തുടങ്ങും. നമ്മൾ അപ്പനും അമ്മയും പറയുന്നതിനുപരിയായിട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു തുടങ്ങും. ഇതൊക്കെ ശരി തന്നെയാണോ, ഇങ്ങനെയാണോ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്, ഇവർ പറയുന്നതാണോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് തന്നെയാണോ ശരിയെന്ന്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ ഫാമിലിയിലെ കാര്യങ്ങൾ ശരിയല്ല. ചിലപ്പോൾ കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. എൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് എനിക്ക് തോന്നി ഇതങ്ങനെയല്ല, ശരിയല്ല, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ മാറ്റാനുണ്ട് എന്നൊക്കെ തോന്നും. അങ്ങനെ നമ്മളത് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. സോ ഒരാളുടെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് അവനവനോട് തന്നെ ഉള്ളതാണ്. ഈ വീഡിയോ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് കേട്ടോ, ഇതൊരു പ്രബോധനമല്ല. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായൊരു ദിവസമായിരുന്നു. എൻ്റെ ഹെൽത്ത് വളരെ വീക്കായി, ഞാൻ തലകറങ്ങിയൊക്കെ വീണ് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കേണ്ടി വന്നു, ഗ്ലൂക്കോസൊക്കെ കയറ്റി. സോ ഞാൻ ഫിസിക്കലി ടയേർഡായി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ മെൻ്റലി വളരെ വീക്കായിപ്പോയി. കുറേ നാൾ കൂടി ഞാൻ ഒരുപാട് കരഞ്ഞ് കണ്ണ് വീർത്തിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജേണി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. പ്രായമായവരാണ് എന്നെ കേൾക്കുന്നത്. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ മനുഷ്യനും അവരുടേതായ സ്ട്രഗിൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് നമുക്കൊരു ക്രൈസിസ് ഉണ്ടാവാൻ തുടങ്ങും. അതായത് നമ്മളായിരിക്കുന്ന ഇടത്തെ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷനുകളിൽ ചില മോറൽ വാല്യൂസ് കുറഞ്ഞതോ അല്ലെങ്കിൽ ഓക്കെ അല്ലാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളതനുസരിച്ചിട്ടാണ് മോൾഡ് ആവുന്നത്. നമ്മളതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിച്ച് പഠിക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ പുസ്തകത്തിലേ തെറ്റ് പഠിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ ആൻസറുകൾ എഴുതുക. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ കോൺവെൻറ്റ് സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഒരു ബെറ്റർ ബിഹേവിയർ എന്നിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഒരുപാട് പേഴ്സണലി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഹമ്പിളാവാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്ക് എളിമപ്പെടാൻ അറിയത്തില്ലായിരുന്നു, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, എനിക്ക് വാല്യൂസ് കുറവായിരുന്നു, മിണ്ടാതിരിക്കാൻ അറിയത്തില്ലായിരുന്നു. വഴക്കിടുന്നതാണ് ഒരു സ്റ്റൈൽ എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വഴക്കിടുക, അപ്പോൾ ഭയങ്കര എനിക്ക് വലിയ വഴക്കുകളൊക്കെ ഇടാൻ കഴിയും കേട്ടോ, പക്ഷെ അതുവരെ പോയിട്ടില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ തെറ്റായ കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുന്ന സമയം മുതൽ നമ്മൾ റിഫോം ചെയ്യണം നമ്മുടെ ക്യാരക്ടറിന്. അതായത് നമ്മുടെ തലയുടെ ഓരോ തലച്ചോറിൻ്റെ ഓരോ സെല്ലിലും രജിസ്റ്റർ ആയിട്ടുള്ള നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി തിരുത്തി പഠിക്കുവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ നമ്മുടെ തലച്ചോറ് ഒരു ബ്ലാങ്ക് പേപ്പറാണ്. അതിനകത്ത് എന്ത് എഴുതുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ റോങ് ആയ കാര്യങ്ങളുണ്ട് എങ്കിൽ പിന്നെ അത് റഫ് ചെയ്ത് മാച്ച് കളഞ്ഞ് അവിടെ എല്ലാം ശരി എഴുതുക എന്ന് പറയുന്നത്
90% നടക്കും, പക്ഷെ ഒരു 10% നമ്മളെ അത് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ എത്ര മാന്യമായി പെരുമാറാൻ ശ്രമിച്ചാലും എൻ്റെ ഉള്ളിലെ തെറ്റുകളുടെ സ്വാധീനം എൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ട്. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് സുവിശേഷ പ്രസംഗങ്ങളിൽ കേൾക്കാൻ പറ്റില്ല. നമ്മളൊരാളെ പിടിച്ചിരുത്തിട്ട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നായി പെരുമാറണം എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ തലച്ചോറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ല. അയാൾ ബേസിക്കലി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഒരു നല്ല ബിഹേവിയറിലേക്ക് വരണം എന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ അയാൾ നന്നാവാനൊന്നും പോകുന്നില്ല. അതിനാണ് ഇവിടെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരണമെന്ന് ദൈവവിശ്വാസികൾ പറയുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് സമയം കൊടുക്കണം. അതായത് ഇപ്പം മുംബൈയിലെ ഒരു ആക്രമണത്തിൽ പിടിക്കപ്പെട്ട അജ്മൽ കസബിനോട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, എന്നെ വിട്ടയക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ആളെ കൊന്നേക്കാം എന്നാണ് പറയുന്നത്. സോ ചെറുപ്പം മുതലേ എന്ത് ചെയ്തു, അയാളുടെ അങ്കിള് അയാളെ കൊല്ലുക എന്ന് പറയുന്ന കാര്യം ഒരു ഹോബി പോലെ പഠിപ്പിച്ചു. നിങ്ങൾ 4 ഇന്ത്യക്കാരുടെ ഒരു ഫോട്ടോ വെച്ചു, അല്ലെങ്കിൽ ഒരു കല്ല് പോലെ വെച്ചിട്ട് ഇത് രൂപം പോലെ വെച്ചിട്ട് പറഞ്ഞു, നീ 4 ഇന്ത്യക്കാരെ കൊല്ല്, നിങ്ങൾക്ക് ചോക്ലേറ്റ് മേടിച്ച് തരാം. സോ ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്തതനുസരിച്ചിട്ടാണ് അവൻ്റെ മൈൻഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു 20 വയസ്സുകാരനെ പിടിച്ചിരുത്തി, അല്ലെങ്കിൽ ഒരു 30 വയസ്സുകാരി, 16 വയസ്സുകാരി, 18 വയസ്സുകാരനൊക്കെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളൊക്കെ നീ ഇപ്പോൾ പാപത്തിലാണോ, നീ നാളെ മുതൽ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നൊരു തീ വന്ന് അവരെ കരിച്ചു കളഞ്ഞ്, അത് അവരുടെ പഴയ മനുഷ്യനെ കരിച്ചു കളഞ്ഞ് പുതിയ മനുഷ്യനാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 60% അങ്ങനെ നടക്കും. ബാക്കി 100% ഒരാൾ മാറണമെങ്കിൽ അയാൾ ഒരു റിഫോർമേഷനിൽ പോകണം. അതൊരു പ്രോസസ്സാണ്. സോ ഇന്നലെ ഞാൻ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതായത് ഒരുപാട് ലോ മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു എന്തുമാത്രമാണ് ജീവിതത്തിൽ ഇന്നോളം സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ നമ്മളിതൊന്നും ചിലപ്പോൾ അത്ര അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു ലോ മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ 25-ാമത്തെ വയസ്സിൽ ദൈവത്തെ കണ്ടുമുട്ടി. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവമുണ്ട്. ജീസസ് എന്ന് പറയുന്ന ദൈവം വളരെ പ്രവർത്തിക്കാൻ സന്നദ്ധനായ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതാണ്. എനിക്കറിയാം ജീസസ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലോ മൊമെൻറ്റിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈ ചൈൽഡ്ഹുഡ് മുതലുള്ള കാര്യങ്ങൾ എന്നെ പിന്നെയും ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ചൈൽഡ്ഹുഡ് ട്രോമാസും സെക്ഷൽ അബ്യൂസും എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായി സംഭവിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ലോ മൊമെൻറ്റുകളിൽ നിൽക്കുമ്പോൾ അതൊക്കെ നിങ്ങളെ പിന്നെയും ഒരു ഭൂതത്തെ പോലെ പിന്തുടരാൻ തുടങ്ങും. ഇതൊക്കെ ഒരു പക്ഷേ ഒരു സൈക്കോളജി സ്പെഷ്യലിസ്റ്റിൻ്റെ കഴിവ്, എനിക്കറിയില്ല അവർക്ക് എന്തുമാത്രം ഇതിൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന്. തെറാപ്പികളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ഒരുപാട് മാറ്റം ഇതിന് വരുമായിരിക്കും. ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുമായിരിക്കും. പക്ഷേ ശരിക്കും ഒരു സ്പെഷ്യലിസ്റ്റിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും മാസത്തിൽ കഞ്ഞി കുടിച്ച് പോകുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് താഴെ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യലിസ്റ്റിനെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഫീസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ എൻ്റേതായ സ്ട്രഗിളുകൾ, നമ്മുടെ ഓരോരുത്തരുടേതുമായ സ്ട്രഗിളുകൾ നമ്മുടെ സ്വകാര്യതയാണ്. ആ ഒരു സ്വകാര്യ രഹസ്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രണയ വിവാഹമാണ് കഴിച്ചത്, ഞാൻ ചെയ്തത് ഒരു തെറ്റാണെന്നാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ സമയത്ത് പറഞ്ഞ്. പക്ഷെ എനിക്കറിയാമായിരുന്നു എനിക്ക് മാനസികമായ സംഘർഷങ്ങളുണ്ട്. സോ അവർ പറയുന്ന ഒരാളെ, എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മുതിർന്ന ഒരു നോർമൽ മാരീഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒത്തിരി ആന്തരിക മുറിവുകളുടെ മേഖലകളുണ്ടായിരുന്നു. സോ ഒരു നോർമൽ മാരീഡ് ലൈഫിന് എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരും. സെക്ഷൽ റിലേഷൻഷിപ്പിനാണെങ്കിലും സമയം വേണ്ടി വരും. സോ എനിക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. പക്ഷെ ഞാൻ വർഷങ്ങളോളം അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതായത് നിങ്ങളുടെ രഹസ്യത്തിൽ അനുഭവിക്കുന്ന സ്ട്രഗിളുകളെ നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ജനിപ്പിച്ചവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി വീഡിയോ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ രഹസ്യത്തിലുള്ള നമ്മുടെ സ്ട്രഗിളുകൾ, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതി, നമ്മൾ എന്താണ് ഒരാളോട് പറയുന്നത്, പെർഫെക്റ്റായിട്ട് ബിഹേവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളൊരു 2 പേരെ എടുത്തുനിന്നിരിക്കുക. അപ്പോൾ ഒരാൾക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ട്, സ്നേഹിക്കുന്ന അപ്പനമ്മമാരുണ്ട്, നല്ല ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്, നല്ലൊരു ജോലി മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള ഒരാൾ ഒരു തരത്തിൽ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറൊരാളെ എടുക്കുക, ഫാമിലിയിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ്, ചൈൽഡ്ഹുഡ് ട്രോമ,
അപ്പനമ്മമാർ വഴക്കുണ്ടാക്കുന്ന കണ്ടുപഠിച്ച് പേടിച്ചരണ്ടിരിക്കുന്ന ഒരു കൊച്ച്, അല്ലെങ്കിൽ അമിത ശാസനകൾ കൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു കുട്ടി, അല്ലെങ്കിൽ സെക്ഷലി ബന്ധുക്കളാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ സെക്ഷൽ അബ്യൂസുകൾ നേരിട്ടിട്ടുള്ള ഒരാൾ, അത് നമ്മുടെ എഡ്യൂക്കേഷനെ ബാധിച്ചിട്ടുണ്ടാവും. ഇനി നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ലൈഫ് അൺഫെയർ ആയി ബിഹേവ് ചെയ്ത ഒരാളും നേരത്തെ പറഞ്ഞ മറ്റേ ആളും ഒരേ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നത് എന്തൊരു അന്യായമാണല്ലേ. അതായത് ഒന്നും അനുഭവിക്കാത്ത ഒരാളും എല്ലാം അനുഭവിച്ച ഒരാളും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യില്ല. ഓരോ അനുഭവങ്ങളും നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുമ്പോൾ ആ തലച്ചോറ് അതനുസരിച്ചിട്ട് മോൾഡ് ആവുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറേ വർഷങ്ങൾ എനിക്ക് മനുഷ്യരെ ഭയങ്കര പേടിയായിരുന്നു. കാരണം മനുഷ്യരിൽ നിന്ന് എനിക്ക് നല്ലതൊന്നും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ തെറ്റാണോ? അല്ല, അത് എനിക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു റിസൾട്ടാണ്. അപ്പം നമ്മൾക്ക് എന്താണോ ഇതൊക്കെയുള്ള ഒരാളോട് പറയാൻ പറ്റാന്ന് വെച്ചാൽ, എല്ലാം മറക്കണം, ഹീലിംഗ് നടക്കണം, നിങ്ങളൊരു നോർമൽ ലൈഫിലേക്ക് വരണമെന്ന് പറയും. ഞാനും ഒരു നോർമൽ ലൈഫാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്കൊരു ജോലിയുണ്ട്, ഞാനൊരു അധ്യാപികയാണ്, എനിക്ക് കാര്യങ്ങൾക്കൊക്കെ കുറിച്ചൊരു ധാരണയുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ സംഭവിച്ചു. ദൈവത്തിന് എന്നോട് എന്തും ചെയ്യാം. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ വില്ലിങ് ആണ്. ഞാൻ ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, സംഭവിച്ചു. ഇതൊന്നും നോർമലായിരിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ആത്മഹത്യാ പ്രവണതകളെ കുറിച്ചാണ് അല്ലേ. സോ ഒരു മനുഷ്യൻ ലോ മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമ്മൾ ഇതിനോടൊക്കെ പോരാടിയിട്ടാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഇത്രയും വർഷം ഇതിനോടെല്ലാം യുദ്ധം ചെയ്തിട്ടാണ് ഞാനൊരു മെൻ്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തി അവിടെ നിന്ന് ഹെൽപ്പ് സ്വീകരിച്ച് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ടും ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്ത് നമ്മൾ തളരുന്ന ദിവസങ്ങളുണ്ടാകും. അതായത് നമുക്കൊരു സ്വഭാവ പ്രത്യേകതയുണ്ട്. ദൈവമല്ലേ നമ്മൾ അങ്ങനെ ആ സ്വഭാവ പ്രത്യേകതയിൽ സൃഷ്ടിച്ചത്. അപ്പോൾ ഞാൻ ഒരു റിജക്ഷൻ വളരെ ചൈൽഡ്ഹുഡ് മുതൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എന്നെ ആര് സ്നേഹിച്ചാലും എനിക്ക് ആ ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര പേടി തോന്നും. അവരെന്നെ റിജക്റ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ സ്നേഹിക്കാണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ വിട്ടുപോകും. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്നെ വിട്ടുപോയതിൽ നിന്നും ഉണ്ടായ ഒരു ട്രോമയാണ്. സോ അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അതെൻ്റെ മൈൻഡിൽ ഉള്ള ഒരു സംഗതിയാണ്. നമ്മൾ പറയുന്നു നമ്മൾ ഏത് ജാതിയിൽ ജനിക്കണം, ഏത് മതത്തിൽ ജനിക്കണം, ഏത് സ്കിൻ ടോൺ ഉണ്ടായിരിക്കണം, ഏത് ആരോഗ്യപരമായ ഹെൽത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റലായിട്ടുള്ള അവസ്ഥകളും. ഇപ്പോൾ ഞാനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എനിക്കുണ്ട് എങ്കിൽ ആ ഡിസോർഡർ ഞാൻ സ്വർഗത്തിൽ നിന്ന് ജനിച്ചപ്പം 4 ഡിസോർഡർ കൊടുത്തു വിടണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ലോ. അത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്നതല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, അതൊരാളുടെ കുഴപ്പമല്ല. എന്തെങ്കിലും ഒരു സ്വഭാവ പ്രത്യേകത ഒരാളുടെ കുഴപ്പമല്ല. ഇപ്പം സ്നേഹിക്കപ്പെടണം, കയറ് ലഭിക്കണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ 16-ലും 17-ലും മാത്രമൊന്നുമല്ല, 50-ലും ഉണ്ട്, 60-ലും ഉണ്ട്. സ്നേഹം വേണമെന്നാണ് അവർ പറയുന്നത്. അവർ പറയുമ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് നല്ല മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പാർട്ട്ണറും അവരെ ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവില്ല. സ്നേഹിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവില്ല, വേദനിപ്പിച്ചിട്ടുണ്ടാകും. സോ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ. സോ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പം ഈ ഷെയറിങ് നടത്താൻ കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ. നമ്മളൊരൊറ്റ ചാപ്റ്റർ വായിച്ചിട്ട് ആ പുസ്തകത്തെ മുഴുവൻ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. എ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന വാക്ക് തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കാണ്. കാരണം എന്തിലൂടെയാണ് ഒരാൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാത്തിടത്തോളം നിങ്ങൾ അയാളോട് കരുണയോടെ പെരുമാറണം. കാരണം ഇന്നലെ ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പം ഞാനും ആലോചിച്ചു, ഇപ്പം ഡീഹൈഡ്രേഷൻ വന്നിട്ടാണ് ഞാൻ വീണത്. അപ്പം ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നും അല്ല കരയുന്നത്. ഡീഹൈഡ്രേഷൻ വരുന്നതിൻ്റെ കരയുന്നതല്ല, നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ തളം കെട്ടി കിടക്കുവാണ്. സോ ഫിസിക്കലിയും കൂടെ വീക്ക് ആകുമ്പോൾ നമുക്ക് പേടി വരുവാണ്. നമ്മൾ ആ ഒരു നമ്മുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞ് സ്നേഹിക്കപ്പെടാനും കയറ് കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞ് നമ്മുടെ ഫിസിക്കലിയും കൂടെ വീക്കാകുമ്പോൾ ആ കുഞ്ഞ് പുറത്തോട്ട് വരും. നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ, നമ്മൾ ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ കുട്ടിയെ നമ്മൾ മറച്ചു പിടിക്കും. നമ്മൾ ആ കുട്ടിയോട് പുറത്തതൊന്നും കാണിക്കരുത് കേട്ടോ, സ്നേഹം വേണമെന്നോ കയറ് വേണമെന്നോ അല്ലെങ്കിൽ വേദനകളുണ്ടെന്നോ വിഷമങ്ങളുണ്ടെന്നോ പുറത്ത് കാണിക്കരുത്. നമ്മൾ പുറമേയൊക്കെ ഓക്കെ ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ നമ്മൾ ഒരു ലോ മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ പുറത്തോട്ട് വരും. എന്നിട്ട് നമ്മുടെ ഉള്ളിലെ കുട്ടി കരയും, വാശി പിടിക്കും, പിണങ്ങും. സോ എനിക്ക് നിങ്ങളോട് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതെൻ്റെ ലൈഫ് ജേണി ആയിരുന്നു ഈ ഒരു ഹാൻഡ് ഓഫ് മേഴ്സി എന്നത്.
ഞാനിപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിലാണ്. എനിക്ക് മനുഷ്യന്മാരുടെ ഇടയിലുള്ള ലൈഫ് ഭയങ്കര സങ്കീർണതകൾ നിറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. കാരണം അവനവനെ ഒഴികെ മറ്റാരെയും സ്നേഹിക്കാൻ കെൽപ്പില്ലാത്തവരാണ് മനുഷ്യർ. ഏറ്റവും കൂടുതൽ അവർ അവനവനെ തന്നെ സ്നേഹിക്കും. സോ ഒരാളോട് നമ്മളൊരു ബിഹേവിയർ നടത്തുമ്പോൾ ആ ബിഹേവിയർ അയാളോട് അങ്ങനെ ബിഹേവ് ചെയ്യാം എന്ന് നമ്മളെ ഒരു ധാർഷ്ട്യം പല മനുഷ്യരുടെ ഉള്ളിലുണ്ട്. കാരണം എല്ലാവരും അവനവനെ തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. പക്ഷേ ഹാൻഡ് ഓഫ് മേഴ്സി കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, എല്ലാ മനുഷ്യനെയും ബഹുമാനത്തോടു കൂടെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പം എന്നെപ്പോലെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. എന്നെപ്പോലും നിങ്ങളെപ്പോലെയും. ചിലപ്പം അതിപ്പോൾ നിങ്ങൾ പറയും 40 വയസ്സായില്ലേ എന്നിട്ടും ഇങ്ങനെ ബിഹേവിയർ ആണോ, 50 വയസ്സായില്ലേ എന്നിട്ടും ഇങ്ങനത്തെ ബിഹേവിയർ ആണോ? അതങ്ങനെയല്ല. അവർ കടന്നു വന്ന സാഹചര്യങ്ങളിൽ അവരെന്തൊക്കെ ഫേസ് ചെയ്തു അതൊക്കെ അവരുടെ ബ്രെയിനെ ബാധിക്കുകയാണ്, അവരുടെ മനസ്സിനെ ബാധിക്കുകയാണ്. അപ്പം ഇപ്പോൾ വിവാഹമോചനങ്ങൾ പോലും പാടില്ല എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരാളുടെ കുറവുകൾക്ക് കൂട്ടിരിക്കുക, അയാളുടെ കുറവുകളിലും പോരായ്മകളിലും അയാൾ ഉപേക്ഷിച്ച് പോകാതിരിക്കുക, ഇതൊക്കെയാണ് കരുണ. ഇപ്പൊ ദൈവത്തോട് നമുക്ക് പലപ്പോഴും പരാതി തോന്നും. എനിക്കും ചോദിക്കാനുണ്ട്, എനിക്ക് തന്നെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട്, അതായത് ഞാൻ എന്തിനാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സ്വഭാവ പ്രത്യേകതകളോടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം എനിക്ക് ഒരാൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആവും. അവർ വളരെ നോർമലായിട്ട് ചെയ്തതാവും. പിന്നെ ഞാൻ ആളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതായത് ആളെ അന്വേഷിക്കാനും ആളെ സ്നേഹിക്കാനും ഒക്കെ തുടങ്ങും. പിന്നെ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ എനിക്ക് വിഷമാവും. സോ അതെൻ്റെ ഒരു സ്വഭാവം ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്തത്, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരുന്നൊന്നുമല്ലല്ലോ. അപ്പം ഇതുപോലെ പലതരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളുള്ളവരാണ് നമ്മൾ. രണ്ടുപേർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് ഇവിടെ റോളുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ദൈവത്തെ നമുക്ക് എല്ലായ്പ്പോഴും കണ്ടുമുട്ടാൻ പറ്റണമെന്നില്ല. നമുക്ക് ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നതാകും. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. സോ നെവർ ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. അവനവനെ തന്നെ തോൽക്കാൻ അനുവദിക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ള, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നല്ലവരാണെങ്കിൽ കുറച്ച് നല്ലതാണ്. എങ്കിലും നമുക്കത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അതും ഒരു വിധി പോലെ ഇങ്ങനെ വന്നു ചേരുന്ന മനുഷ്യരാണെങ്കിലും, എനിക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയാണ് അവരെന്ന് കരുതി കരുണ കാണിക്കുക. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ മനുഷ്യർക്ക് എന്നോട് കുറച്ച് കരുണ കാണിച്ചൂടെ? ഇവരെന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇത്രയും ജഡ്ജ് ചെയ്യുന്നത്, എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? ഞാൻ എന്തുമാത്രം ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? ഇത്രയൊക്കെ ആവാൻ വേണ്ടി ഞാൻ എന്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ നമുക്ക് തോന്നും. സോ കീപ്പ് എ ഗുഡ് ഹാർട്ട്. ഒരു നല്ല ഹൃദയം സൂക്ഷിക്കുക. നമുക്കറിയില്ല മറ്റുള്ളവരെ കുറിച്ച്, നമുക്കറിയില്ല അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച്. നമ്മൾ ജഡ്ജ്മെൻറ്റുകൾക്ക് പോവാതിരിക്കുക. എല്ലാവരോടും റെസ്പെക്റ്റോടു കൂടെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം ഞാനൊരു ടീച്ചറാണ്, എനിക്ക് താഴെ ഒരു 50-60 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മുഴുവനും ജീവിതത്തിൽ കരുണയോടെ ഇടപെടാൻ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ എന്നും കണ്ടുമുട്ടുന്ന മനുഷ്യരോട് അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതെ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് ഇതൊക്കെ ഹീലിംഗ് ആണ്. അപ്പം എന്നെ ഒരാൾ സ്നേഹത്തോടെ ഇടപഴകുമ്പോൾ എനിക്ക് ആ വ്യക്തിയല്ല അവിടെ മറിച്ച് എൻ്റെ കാഴ്ചപ്പാട് പോകുന്നത് എങ്ങനെയാ? മനുഷ്യരുടെ ഇടയിൽ കരുണയുള്ള മനുഷ്യരുണ്ട്. സോ അത് മനുഷ്യരോടുള്ള എൻ്റെ അകൽച്ച മാറുന്നതിന് ഒരു വ്യക്തിയാണ് കാരണമാകുന്നത്. സോ മാർപ്പാപ്പ പറഞ്ഞ പോലെ ആരോ വായിക്കുന്ന ഒരു സുവിശേഷമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് നിങ്ങളും അതേ കരുണ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ അതിനേക്കാൾ ഉപരി നിങ്ങളോട് കരുണ കാണിക്കണം. കുറച്ചും കൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരുപാട് പേഴ്സണലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരോടല്ല ഫൈറ്റ് ചെയ്യുന്നത്, എൻ്റെ തന്നെ സ്വഭാവ പ്രത്യേകതകളോടാണ്. സോ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ ഇത്തരത്തിലൊരു ഇന്നർ സ്ട്രഗിൾ ഉണ്ടായിരിക്കും. ആ ഇന്നർ സ്ട്രഗിളുകളിൽ നമ്മൾ തനിച്ചല്ല, നിങ്ങൾ തനിച്ചല്ല, ഞാനും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. ദൈവം നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചു, നമുക്ക് പരാതി പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഒരിക്കലും അവനവനെ തന്നെ തോൽക്കാൻ അനുവദിക്കരുത്. ഇപ്പം മറ്റുള്ളവർ പറയുകയാണ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. ഇപ്പം ഞാൻ ചില സമയത്ത് എനിക്കറിയാം ഇത് തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാനത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന്. അപ്പം നമുക്ക് നമ്മുടേതായ ശരികളുണ്ടാകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. സന്തോഷത്തോടെ ജീവിക്കാനും സ്വന്തം ജീവിതം ജീവിക്കാനുമുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. എല്ലാ മനുഷ്യരെയും പ്ലീസ് ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. ലോകം മുഴുവനും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയൊന്നുമല്ല. നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാം. സോ അവനവൻ്റെ ഇന്നർ സ്ട്രഗിളുകളിൽ ലേൺ ടു സേ നോ.
എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, എന്നെ നല്ല രീതിയിൽ എന്താ പറയുക എന്നോട് ബിഹേവ് ചെയ്യാത്ത ആളുകളെ ഞാൻ അവരോട് നോ പറയാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും ഞാൻ ഓൾറെഡി സഫറിങ് അലോട്ട്. സോ ഇനി ഞാൻ മറ്റുള്ളവരിൽ നിന്നും കൂടെ എല്ലാവരും എന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ അനുവദിക്കാതിരിക്കുക, എല്ലാവരും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ഇതൊന്നും റിലീജിയന് എതിരല്ല, ഇതൊന്നും ദൈവത്തിനെതിരല്ല. സ്വന്തം കാര്യം പോലും നോക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. ഇതൊക്കെ ഞാൻ നോ പറഞ്ഞാൽ, ഇപ്പം എന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളോട് ഞാൻ നോ പറഞ്ഞാൽ ഞാൻ മോശക്കാരിയാകുമോ? ദൈവത്തിന് അത് വിഷമാവുമോ? അയാളുള്ളിൽ ദൈവത്തെ ഞാൻ വിഷമിപ്പിക്കുമോ? സ്പിരിച്വാലിറ്റി നമുക്ക് ഒരുപാട് ബേർഡൻ തരുന്നു നമുക്ക് തോന്നും. ഇതങ്ങനെയൊന്നുമല്ല. ഇത് നിങ്ങളുടെ ലൈഫാണ്. നാളെ നിങ്ങൾ മരിച്ചു പോയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവിടെ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. സോ നിങ്ങളെ കെയർ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്നലെ സുഖമില്ലാതായി 1-2 പേര് അന്വേഷിച്ചു, അത് ഞാൻ എല്ലാം വളരെ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളൊന്നുമല്ല. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളായതുകൊണ്ട് നോ പറയേണ്ട അടുത്ത് നോ പറയുക, ബൗണ്ടറീസ് വയ്ക്കേണ്ട അടുത്ത് ബൗണ്ടറീസ് വയ്ക്കുക. ഇനി ഇതൊക്കെ ദൈവത്തിനെതിരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്ന അവനവനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ ദൈവം എന്ത് വിശ്വസിച്ച് എന്തേൽപ്പിക്കാനാണ്? സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എന്തൊക്കെ കുറവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും എന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മിസ്റ്റേക്കുകൾ ചെയ്തതുകൊണ്ട് ഗിൽറ്റിൽ ഒരുപാട് കുടുങ്ങി സ്വയം മുറിപ്പെടുത്തരുത്, സ്വയം വേദനിപ്പിക്കരുത്. സാരമില്ലടോ, മനുഷ്യരല്ലേ, നമുക്ക് തെറ്റൊക്കെ പറ്റും. നമുക്കത് കുഴപ്പമില്ല. തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങൾ ചേർന്നതാണ്. അവനവനോട് ക്ഷമിക്കുക. ലോകത്ത് ആര് നിങ്ങളെ എതിർത്താലും, ആര് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഇതൊക്കെ ദൈവത്തിനെതിരാണെന്നൊന്നും വിചാരിക്കേണ്ട. എന്നെ ഉപദ്രവിക്കുന്നവനോട് നോ പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ എന്നെ ബലഹീനയാക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി എനിക്കിനി വേണ്ട. അതൊരു സ്പിരിച്വാലിറ്റി അല്ല. മറിച്ച് അത് ചിലപ്പോൾ അത് പിശാചാണെന്നെങ്കിൽ നിങ്ങളതിനെ, അയാളിലൂടെ ഒരു പിശാചാണ് നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ നോ പറയുന്നില്ല എങ്കിൽ നിങ്ങൾ പിശാചിനോട് യെസ് പറയുകയാണ്. സോ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യണ്ട. ബി എ സ്ട്രോങ് പേഴ്സൺ. ഞാൻ ഇത് എന്നോട് കൂടെയാണ് നിങ്ങളോട് കൂടെയാണ് പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. ലൈഫ് ഈസ് ചേഞ്ചിങ് ആൻഡ് ഐ ആം ചേഞ്ചിങ്. എനിക്ക് സ്പിരിച്വൽ പാത്തിൽ നിന്നും വിട പറയേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു നോർമൽ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്പിരിച്വാലിറ്റിയുടെ പാത്ത് ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെൻറ്റ് വൺ. പക്ഷേ എനിക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ സങ്കീർണമാണ് മനുഷ്യരുടെ ജീവിതം. അപ്പം അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ എന്താ പറയുക, ഇത് ഈ കാമായിട്ടിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും. പിന്നെ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. വെറുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടാകുന്നൊക്കെ നോർമലാണ്. എനിക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. എല്ലാവരും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID താഴെ കൊടുത്തേക്കാം. അതിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.